ഞാനിന്ന് പറയാൻ പോകുന്നത് ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ക്രിസ്മസിനെ കുറിച്ചുള്ള ജനനത്തിൻ്റെ ഒരു പാട്ട് പാടിയിരുന്നു. ഇതിൽ ക്രിസ്മസ് ആഘോഷം പണ്ടുകാലം മുതൽ ഇപ്പോൾ വരെ എങ്ങനെ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് ജനനം ആഘോഷിക്കുന്ന ക്രിസ്തീയ ഉത്സവം തന്നെയാണ് യേശുവിൻ്റെ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ക്രിസ്തുമസ് ഒരു മതേതര കുടുംബ അവധി ദിനമായി കണക്കാക്കുന്നു. ക്രിസ്ത്യാനികളും അക്രൈസ്തവരും ഒരുപോലെ ആഘോഷിക്കുന്നു. ക്രിസ്തീയ ഘടകങ്ങളൊന്നുമില്ലാതെ സമ്മാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വിപുലമായ കൈമാറ്റത്താൽ അടയാളപ്പെടുത്തുന്നത് ഒന്നാണ് ഇത്. ഈ മതേതര ക്രിസ്മസ് ആഘോഷത്തിൽ സാന്താക്ലോസ് എന്ന പുരാണ കഥാപാത്രം നിർണായക പങ്ക് വഹിക്കുന്നു. വർഷം തോറും ഡിസംബർ 25-ന് ആഘോഷിക്കുന്ന ക്രിസ്മസ് ഒരു പരമപവിത്ര മത അവധി ദിനവും ലോകമെമ്പാടുമുള്ള സാംസ്കാരിക വാണിജ്യ പ്രതിഭാസവും ആണ്. ഏകദേശം 2 സഹസ്രാബ്ദങ്ങളായി ലോകമെമ്പാടുമുള്ള ആളുകൾ മതപരവും മതേതരവുമായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഉപയോഗിച്ച് ഇത് ആചരിച്ച് വരുന്നു. ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ദിനം ആഘോഷിക്കുന്നത് നസ്രത്തിലെ യേശുവിൻ്റെ ജനനവാർഷികമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മാനങ്ങൾ കൈമാറുക, ക്രിസ്മസ് മരങ്ങൾ അലങ്കരിക്കുക, പള്ളിയിൽ പോകുക, കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഭക്ഷണം പങ്കിടുക, അതുപോലെ തന്നെ സാന്താക്ലോസ് വരുന്നതുവരെ കാത്തിരിക്കുക എന്നിവയാണ് ജനപ്രിയ ആചാരങ്ങൾ. 2025 ഡിസംബർ 25 വ്യാഴാഴ്ച വരുന്ന ക്രിസ്മസ് ദിനം 1870 മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു ഫെഡറൽ അവധി കൂടിയാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്മസ് ആഘോഷത്തിൽ തന്നെ ക്രിസ്മസ് പുൽക്കൂട്, അതുപോലെ തന്നെ മറ്റേ സ്റ്റാർ തൂക്കിയിടലും, പിന്നെ കേക്ക്, ക്രിസ്മസ് കേക്ക് മുറിക്കലും, അങ്ങനെ പല കാര്യങ്ങളും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നു. ക്രിസ്മസ് കഴിഞ്ഞ് വരുന്നതാണ് ന്യൂ ഇയർ. അതായത് ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ കഴിയുമ്പോൾ ന്യൂ ഇയർ കൂടി ഇതിലേക്ക് കടക്കുന്നുണ്ട്. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ക്രിസ്മസിൻ്റെ ചരിത്രത്തെക്കുറിച്ചായിരിക്കും ആ വീഡിയോയിൽ പ്രതിപാദിക്കുക. നന്ദി, നമസ്കാരം.